ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു കുക്കിംഗ് റെസിപ്പിയാണ്. പെറോട്ടയാണ് ചെയ്യാൻ പോകുന്നത്. കുറഞ്ഞ സമയം കൊണ്ട് വളരെ എളുപ്പത്തിൽ പെറോട്ട എങ്ങനെ ചെയ്യാന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണിത്. അതോടൊപ്പം തന്നെ 2 സിമ്പിൾ മെത്തേഡ്സും പറയുന്നുണ്ട്. ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത്രയാണ് ആവശ്യമുള്ള സാധനങ്ങൾ. ഇപ്പൊ ഇത്രയും സാധനങ്ങൾ എടുത്തു കഴിഞ്ഞല്ലോ. ഇനി ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് നോക്കാം. ഉരുളിയിലോ വലിയ പാത്രത്തിലോ 4 കപ്പ് മാവെടുത്ത് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്യുക. ഉപ്പ് മാവിനോടൊപ്പം തന്നെ മിക്സ് ചെയ്യണം. വെള്ളം ചേർത്തിട്ടാണ് ഉപ്പ് മിക്സ് ചെയ്യുന്നതെങ്കിൽ ഉപ്പ് അവിടെ ഇവിടെ ആയിട്ട് കട്ടി പിടിച്ച് കിടക്കും. വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ മാവ് സൈഡിലോട്ട് മാറ്റിയിട്ട് നടുക്കൊരു ചെറിയൊരു കുഴി പോലെ ആക്കുക. ഒരു മുട്ടയോടൊപ്പം പകുതിയോളം പാലും ആദ്യം ചേർക്കണം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് പുട്ടിന് മാവ് കുഴയ്ക്കുന്നത് പോലെ കുഴയ്ക്കുക. പിന്നെ നമുക്ക് ബാക്കിയുള്ള പാലും കൂടെ ചേർത്ത് നന്നായിട്ട് കുഴയ്ക്കണം. പൊറോട്ട കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണല്ലോ. അപ്പോൾ മുട്ടയും പാലും കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് നമുക്ക് ഇതുപോലെ ചെയ്യുന്ന ആഹാരത്തിൽ ചേർത്ത് കൊടുക്കുന്നതോടൊപ്പം അവർക്ക് വേണ്ടുന്ന പോഷകാംശം ലഭിക്കുന്നതാണ്. ഇതാണ് ഒന്നാമത്തെ പ്രത്യേകത. ബേക്കിംഗ് സോഡയ്ക്ക് പകരം മുട്ടയും പാലും ചേർക്കുന്നത് കൊണ്ട് നല്ല സോഫ്റ്റ് ആയിരിക്കുക മാത്രമല്ല നല്ല ടേസ്റ്റും ആയിരിക്കും. അതാണ് രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും, പാലിന്റെ മണം ഉണ്ടാകില്ലേ, മുട്ടയുടെ സ്മെൽ ഉണ്ടാകില്ലേ എന്ന്. അതൊന്നും ഉണ്ടാകില്ല. എൻ്റെ കുട്ടികളും മുട്ടയും പാലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. ഞാൻ ഇടയ്ക്ക് ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനെയാണ് ചെയ്യുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതോടൊപ്പം 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർക്കാം. കുട്ടികൾക്ക് കൊടുക്കുന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്കും വേണമെങ്കിൽ ട്രൈ ചെയ്യാവുന്നതാണ്. 1/4 കപ്പ് വെള്ളം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ആവശ്യാനുസരണം വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാകും. ആദ്യമേ മുഴുവൻ വെള്ളവും മാവിലോട്ട് ചേർക്കരുത്. മാവിൽ മിക്സ് ചെയ്ത ഉപ്പും പാലും മുട്ടയും നല്ല രീതിയിൽ മാവുമായിട്ട് യോജിക്കണം. അതുവരെ നല്ല രീതിയിൽ കുഴച്ചിട്ട് ആവശ്യാനുസരണം വെള്ളം ആഡ് ചെയ്താൽ മതിയാകും. ഇവിടെ എനിക്ക് 1/4 കപ്പ് വെള്ളവും വേണ്ടി വന്നു. മാവ് കുഴയ്ക്കുമ്പോൾ നല്ല ടൈറ്റായിട്ട് കുഴയ്ക്കാതെ കുറച്ച് ലൂസായിട്ട് കുഴയ്ക്കുന്നതാണ് നല്ലത്. ഇങ്ങനെ ചെയ്യുമ്പോൾ മാവ് വേഗം യോജിക്കുകയും ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ എളുപ്പത്തിൽ നമുക്ക് മാവ് നല്ല രീതിയിൽ സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. നമ്മൾ ചേർത്തിരിക്കുന്ന ചേരുവയെല്ലാം നല്ല രീതിയിൽ മാവുമായി ചേർന്ന് വരണമെങ്കിൽ കുറഞ്ഞത് 10 തൊട്ട് 15 മിനിറ്റ് വരെയെങ്കിലും കുഴയ്ക്കണം. മാവ് നല്ല രീതിയിൽ കുഴച്ച് കഴിഞ്ഞതിന് ശേഷം കുറച്ച് സമയം നമുക്ക് മാവ് മാറ്റി വെക്കേണ്ടതായിട്ട് ആവശ്യമുണ്ട്. അതിനു മുൻപേ നമുക്ക് മാവ് പരുവം ആയോ ഇല്ലയോ എന്ന് നോക്കണം. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തെ പരുവം എന്ന് പറയുന്നത് കയ്യിലും നമ്മൾ കുഴയ്ക്കുന്ന പ്രതലത്തിലും നല്ല സ്റ്റിക്കി ആയിരിക്കും. രണ്ടാമത്തേതെന്ന് പറയുന്നത് കുഴയ്ക്കുന്ന പ്രതലത്തിൽ നിന്നും കയ്യിൽ നിന്നും വിട്ടുപോരുമെങ്കിലും മാവ് നല്ല തിക്കായിരിക്കും. പിന്നെ മൂന്നാമതായിട്ടെന്ന് പറയുന്നത് മാവ് നമ്മുടെ കയ്യിൽ ഒട്ടും തന്നെ സ്റ്റിക്കി ആകാതെ സോഫ്റ്റ് ആൻഡ് ഫൈൻ ആയിട്ടുള്ള ഒരു ടെക്സ്ചർ ആയിരിക്കും. അത് ഒരിക്കലും കൗണ്ടർ ടോപ്പിലോ കയ്യിലോ സ്റ്റിക്ക് ആകില്ല. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഗ്ലൂറ്റൻ വിൻഡോ പെയിൻ ടെസ്റ്റ് ആണ്. അതെന്ന് വെച്ചാൽ ഞാൻ ഈ മാവ് എടുക്കുമ്പോൾ നിങ്ങൾ മാവ് എടുത്തിട്ട് സ്ട്രെച്ച് ചെയ്യുമ്പോൾ ജനൽ പാളി പോലെ ട്രാൻസ്പെറന്റ് ആൻഡ് യുണീക് ടെക്സ്ചർ ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഡവ് പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾ നീഡ് ചെയ്തിട്ടുണ്ട് എന്നർത്ഥം. അതുപോലെ മാവിന് നല്ല തിളക്കവും കാണും. അല്ലെങ്കിൽ വീണ്ടും മാവ് നീഡ് ചെയ്യണം. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന മാവിന്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് അതിൽ 2-3 ടീസ്പൂൺ എണ്ണ സ്പ്രെഡ് ചെയ്തതിന് ശേഷം വെറ്റ് കോട്ടൺ ക്ലോത്ത് എടുത്ത് മാവിന് മുകളിലൂടെ കവർ ചെയ്ത് 20 മിനിറ്റ് വെക്കണം. കവർ ചെയ്ത ഡവ് അവനിൽ വെക്കേണ്ട ആവശ്യമില്ല. വിന്റർ ടൈമിൽ ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 200 ഫാരൻഹീറ്റിൽ 2 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ട് വയ്ക്കാറുണ്ട്. സമ്മർ ടൈമിൽ ഇതിൻ്റെ ആവശ്യം ഇല്ല. ഇനി നമുക്ക് ബോൾ പിടിക്കുന്നതിന് കണക്കായിട്ട് മാവ് കട്ട് ചെയ്ത് മാറ്റേണ്ടത് ആവശ്യമാണ്. ഇതുപോലെ നെടുകെ നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ബോൾ പിടിക്കാൻ വളരെ എളുപ്പമാണ്. മാവ് കട്ട് ചെയ്തിട്ട് വീണ്ടും സോഫ്റ്റ് ആകാനായിട്ട് വയ്ക്കേണ്ട ആവശ്യമില്ല. 1 കിലോ മാവിൽ സ്മോൾ സൈസ് ബോൾ ആണെങ്കിൽ മാക്സിമം
30 ബോൾ ചെയ്യാൻ പറ്റും. അതേസമയം മീഡിയം സൈസ് ആണെങ്കിൽ 25 ആയിരിക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ബോൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഞാനിവിടെ പറഞ്ഞു തരാം. മാവ് നീഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞതുപോലെ കട്ട് ചെയ്ത് വെച്ച മാവിന്റെ ഒരു പീസ് എടുത്തിട്ട് അതിന്റെ ഒരറ്റം ഉള്ളിലോട്ട് മടക്കിയതിന് ശേഷം സൈഡ് ഒരുമിച്ച് ചേർത്ത് വെച്ചിട്ട് നമ്മുടെ പെരുവിരലിനും ചൂണ്ടുവിരലിനും ഇടയിൽ വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് ഒരു പ്രഷർ കൊടുക്കുമ്പോഴത്തേക്ക് കറക്റ്റ് ആ ബോളിന്റെ ഷേപ്പിലോട്ട് വരും. ഓരോ ബോളും ചെയ്യുമ്പോൾ എണ്ണ തേച്ച് വയ്ക്കുന്ന പ്രതലത്തിലും എണ്ണ തേച്ചിട്ട് വയ്ക്കണം. അത് ചെയ്തില്ലേല് പരസ്പരം ഒട്ടിപ്പിടിക്കുകയും പിന്നെ ചെയ്തെടുക്കുമ്പോൾ കറക്റ്റ് ഷേപ്പ് ഉണ്ടാകില്ല. എല്ലാം ചെയ്ത് തീർന്നതിന് ശേഷം നമുക്കിത് വീണ്ടും വെറ്റ് ക്ലോത്ത് കൊണ്ട് കവർ ചെയ്ത് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കണം. ഈ ബോൾ ഞാൻ അടുക്കി വെച്ചിരിക്കുന്നത് ആദ്യം ചെയ്തത് ഇടതുവശം തൊട്ട് വലത്തോട്ടാണ് ഞാൻ അടുക്കി വെച്ചിരിക്കുന്നത്. 1, 2, 3 അങ്ങനെ. 10 മിനിറ്റിന് ശേഷം ആദ്യത്തെ ബോളിനെ എടുത്ത് ഇതുപോലെ ഫ്ലാറ്റ് ആയിട്ട് രണ്ടാമത്തെ ബോൾ ഫ്ലാറ്റ് ആക്കി 4 അല്ലെങ്കിൽ 5 ഫ്ലാറ്റ് ലെയേഴ്സ് എണ്ണ സ്പ്രെഡ് ചെയ്ത് ഒന്നിനു മീതെ ഒന്നൊന്നായി അടുക്കി വെക്കുക. എത്ര ബോൾ ഉണ്ടോ അത്രയും ബോളും സെറ്റായിട്ട് മാറ്റി വെക്കുക. എണ്ണ തടകി തന്നെ വെക്കണം, അല്ലെങ്കിൽ അത് ഒട്ടിപ്പിടിക്കും. ഒട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് പോലെ അതിൽ കവർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇത് നേരെ തിരിച്ച് മറച്ചു വെച്ചിട്ട് ആദ്യം പരത്തി വെച്ച മാവ് എടുത്തിട്ട് കൗണ്ടർ ടോപ്പിൽ എണ്ണ സ്പ്രെഡ് ചെയ്തിട്ട് ഈ മാവിന് മുകളിലും കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്യണം. നമ്മുടെ കയ്യിലും കുറച്ച് ഓൾറെഡി എണ്ണ വെച്ച് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ കയ്യിൽ എണ്ണമയം കാണും. അപ്പോൾ കുറച്ചൊന്ന് ഫ്ലാറ്റ് ആക്കിയതിന് ശേഷം ഇതുപോലെ വീശി അടിക്കുക. സാധാരണ മാവ് നല്ല സോഫ്റ്റ് ആയത് കാരണം തന്നെ ഒരുപാട് അതിൽ പ്രഷർ കൊടുത്ത് പ്രസ് ചെയ്യേണ്ട കാര്യം ഇല്ല. വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു കൈ മാവിന്റെ താഴെയും ഒരു കൈ മേളിലും വെച്ചിട്ട് പതുക്കെ ഇതുപോലെ വീശി അടിക്കുക. പ്രാക്ടീസ് ചെയ്തതിന് ശേഷം സ്പീഡിൽ ചെയ്താൽ മതിയാകും. വീശി അടിക്കുമ്പോൾ ഈ ഡവ് ആണെങ്കിൽ നല്ല തിൻ ലെയർ ആയിട്ട് വരും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, റൊട്ടേറ്റ് ചെയ്ത് മാറ്റിക്കൊണ്ടിരിക്കണം. വീശി അടിച്ചതിന് ശേഷം ഈ ലെയറിന്റെ സൈഡ്സ് ഒക്കെ നോക്കിയാൽ അറിയാം തിൻ ലെയർ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതിന് ഇനി പ്ലീറ്റ് എടുക്കുക അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ ഒരെൻഡ് പിടിച്ച് ജസ്റ്റ് ഒന്ന് ലിഫ്റ്റ് ചെയ്തിട്ട് തൂക്കി പിടിക്കുക. ടേബിളിൽ വെച്ച് തന്നെ കയ്യിൽ പിടിച്ചിരിക്കുന്ന എൻഡ് മുന്നോട്ട് പിടിച്ച് വലിക്കുക. അതിനുശേഷം ഇനി ഇതിനെ സ്പൈറലായിട്ട് ചുറ്റിയെടുക്കണം. ഓപ്പോസിറ്റ് എൻഡ് കൈക്കുള്ളിൽ വെച്ചിട്ട് പെരുവിരൽ വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. എന്നിട്ട് ഈ ചുറ്റുമ്പോൾ തന്നെ ജസ്റ്റ് ഒരു ട്വിസ്റ്റ് ഉള്ളതായി കാണാം. വീശിയെടുത്ത ലെയർ നീളം ഉള്ളത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഇത് സാധാരണമാണ്. ട്വിസ്റ്റ് നേരെ നിവർത്തി മടക്കി ബാക്കിലോട്ട് നല്ല ടൈറ്റ് ആയിട്ട് തന്നെ ഫിക്സ് ചെയ്ത് വെക്കണം. അല്ലാതെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും അവസാനം ലെയർ കിട്ടുന്നതിനായിട്ട് സൈഡ് തട്ടുന്നുണ്ട്. ഏത് സൈഡാണ് ട്വിസ്റ്റ് ആയിട്ടുള്ളത് ആ സൈഡ് വെച്ചിട്ടങ്ങ് ഇളകി പോകും. പെറോട്ട ശരിയായ രീതിയിൽ ചെയ്യാൻ അറിഞ്ഞൂടാത്ത ആൾക്കാർ ചെയ്യുമ്പോൾ ആവർത്തിച്ച് ചെയ്യുന്ന പോരായ്മയാണിത്. രണ്ടാമത്തെ ഈസി മെത്തേഡ് എന്ന് പറയുന്നത് ആദ്യം കാണിച്ചതുപോലെ എടുത്ത് അടിക്കേണ്ട കാര്യമല്ല. അത് അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് കയ്യിൽ എണ്ണ സ്പ്രെഡ് ചെയ്തിട്ട് മാവിൽ നല്ല രീതിയിൽ എണ്ണ സ്പ്രെഡ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ടേബിളിൽ വെച്ചാണ് ചെയ്യുന്നതെങ്കിൽ ടേബിളിൻ്റെ ആ പ്രതലത്തിലും എണ്ണ സ്പ്രെഡ് ചെയ്യേണ്ടതാണ്. എങ്കിലേ അത് നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ കൈവച്ച് നല്ല രീതിയിൽ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്തതിന് ശേഷം നോക്കുമ്പോൾ തന്നെ കാണാം വീശി അടിക്കാത്തത് കാരണം നമുക്ക് ഇതിൻ്റെ സൈഡെല്ലാം കട്ടിയായിട്ടിരിക്കുന്നത് കാണാം. അതിനെ തിൻ ലെയർ ആക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് പോലെ നമുക്ക് തിന്നാക്കി കൊടുക്കുക. എല്ലാ സൈഡും ഇതുപോലെ സ്ട്രെച്ച് ചെയ്തതിന് ശേഷം ഫസ്റ്റ് മെത്തേഡിൽ കാണിച്ചതുപോലെ തന്നെ ഇതിനെ സ്പൈറലായിട്ട് മടക്കിയെടുക്കുക. എല്ലാ ലെയേഴ്സും ഏത് രീതിയിലാണോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ആ രീതിയിൽ സ്പൈറലായി ഫോൾഡ് ചെയ്തതിന് ശേഷം ആദ്യം ഫോൾഡ് ചെയ്ത ലെയർ ആദ്യം, രണ്ടാമത് ഫോൾഡ് ചെയ്ത ലെയർ രണ്ടാമത്, അങ്ങനെ ക്രമമായി വയ്ക്കുക. അല്ലാതെ ഒരിക്കൽ ചെയ്തത് രണ്ടാമത് ചെയ്തത് എല്ലാം കൂടെ ഒരുമിച്ച് മിക്സ്ഡ് ആക്കി വയ്ക്കരുത്. എല്ലാം അടുക്കി വെച്ചതിന് ശേഷം പ്രത്യേകിച്ച് ഇതിനെ കവർ ചെയ്യേണ്ട ആവശ്യം ഇല്ല. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ അടുക്കി വെച്ച ഓരോ സ്പൈറൽ ഡവിനും മീതെയും
കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ അടുപ്പിച്ച് വയ്ക്കാതെ കുറച്ച് സ്ഥലം വിട്ട് വയ്ക്കുക. അതിനുശേഷം ഓരോന്നോരോന്നായി മാവ് ഇരിക്കുന്നിടത്ത് വെച്ച് തന്നെ പരത്തി വയ്ക്കുക. ഒരുപാട് പരത്തേണ്ട കാര്യമില്ല, ജസ്റ്റ് കുറച്ച് പ്രഷർ ഒന്ന് കൊടുത്ത് പരത്തുക. മാവ് കുറച്ചുകൂടെ സോഫ്റ്റ് ആകുന്നതിന് വേണ്ടിയിട്ട് 10 മിനിറ്റ് കൂടെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. പൊറോട്ട കുക്ക് ചെയ്യുന്നതിന് മുൻപ് ഒരു പ്രാവശ്യം കൂടെ മടക്കി വെച്ചിരിക്കുന്ന മാവെടുത്ത് നല്ല രീതിയിൽ പരത്തി ഷേപ്പ് വരുത്തേണ്ടത് ആവശ്യമുണ്ട്. ആദ്യം പരത്തി വെച്ച മാവ് എടുത്തതിന് ശേഷം ഉള്ളം കൈ വെച്ച് നന്നായിട്ട് പരത്തി വെക്കുക. മാവ് പരത്തുമ്പോൾ ഒരുപാട് പ്രഷർ കൊടുത്ത് പരത്താതിരിക്കുക. അങ്ങനെ ചെയ്താൽ എല്ലാ ലെയറും ഒരുമിച്ച് ചേർന്ന് ഒന്നായി പോകും. അതുകൊണ്ട് അത് ഒഴിവാക്കുക. പാൻ ചൂടാക്കി ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ട് പൊറോട്ട ഇടുക. സ്റ്റൗ മീഡിയം ഫ്ലെയിമിലിട്ട് 2 സൈഡും റോസ്റ്റ് ചെയ്തെടുക്കുക. ചപ്പാത്തി റോസ്റ്റ് ചെയ്തെടുക്കും പോലെ അതിന്റെ മുകളിൽ തവി വെച്ചിട്ട് പ്രസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ജസ്റ്റ് 2 സൈഡും റോസ്റ്റ് ചെയ്തെടുത്താൽ മാത്രം മതിയാകും. ഇനി അടുത്തതായി ചെയ്യേണ്ടത് പൊറോട്ട റെഡിയായതിനു ശേഷം ചൂടോടെ തന്നെ ഒരു കാസറോളിലോ ചൂട് നിൽക്കുന്ന ഏതെങ്കിലും പാത്രത്തിനകത്തോ വയ്ക്കേണ്ടതാണ്. പൊറോട്ട ലെയറായി കിട്ടുന്നതിന് വേണ്ടിയിട്ട് സൈഡ് തട്ടുന്ന ഒരു കാര്യം കൂടെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പൊറോട്ട നല്ല ചൂടായിട്ട് തന്നെ ഇരിക്കണം. തണുത്തു പോയാൽ ലെയറായി കിട്ടാൻ ബുദ്ധിമുട്ടാണ്. പാത്രത്തിലൊരു 4-5 ആകുമ്പോൾ ഒരുമിച്ച് അതിനെ എടുത്ത് വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ സൈഡ് നന്നായിട്ട് തട്ടിയെടുക്കണം. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ പൊറോട്ട റെഡിയായി. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്തെടുക്കാനായിട്ട് 15 മിനിറ്റോളം വേണ്ടി വന്നു. അല്ലാതെ മാവ് കുഴച്ച് 1 മണിക്കൂർ വച്ച് ചെയ്യേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ നിങ്ങൾക്ക് സോഫ്റ്റ് ആൻഡ് പെർഫെക്റ്റ് പൊറോട്ട എല്ലാവർക്കും ചെയ്യാൻ സാധിക്കും. 1 മണിക്കൂറിനുള്ളിൽ വളരെ രുചികരമായി എളുപ്പത്തിൽ പൊറോട്ട എങ്ങനെ ചെയ്യാമെന്ന് നിങ്ങൾ പഠിച്ചല്ലോ. ഒരു തവണയെങ്കിലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.